സ്വീകരിക്കില്ല, ആരും അവളെ അംഗീകരിക്കില്ല. എന്നാൽ ഇതാ അവളുടെ മുമ്പിൽ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. ഒരു സാന്ത്വനമായി, ഒരു ആശ്രയമായി തെളിയുന്ന ആ മുഖം മറ്റാരുടെയുമല്ല, അവളുടെ അമ്മയുടെ മുഖം. ജീവൻ ഉരുവായപ്പോൾ മുതൽ ഇന്നലെ വരെയും കരുതലോടെ കാത്ത അവളുടെ അമ്മ. ഏതു തെറ്റിനെയും തിരുത്തുകയും പൊറുക്കുകയും ചെയ്യുന്ന കാൽവരി കുന്നിന്മേലെ തെളിഞ്ഞു നിന്ന സ്നേഹത്തിൻ പൊൻകിരണം പോലെ അവളുടെ സ്വന്തം അമ്മ. ഞങ്ങളുടെ അമ്മമാരുടെ പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നു. കഷ്ടപ്പാടിൽ നിന്നാണ് ഞങ്ങളുടെ അമ്മമാർ ഇത്രയും വലുതായി വന്നത്. കണ്ടോ, കുഞ്ഞുങ്ങളെ വളർത്തി. ഓക്കെ, അടുത്ത പള്ളി പെരുന്നാൾ മേടിച്ചു തരാം. ബാത്റൂമിൽ പോകാൻ മുട്ടുന്നു അല്ലേ? അതിനാണോ പി എന്ന് പറഞ്ഞേ? സായിപ്പേ, look that മരം. Go there. Back side. വായിക്കൂടെ വെച്ചു. ഞങ്ങൾക്കൊക്കെ ഉണ്ട് ട്വിറ്റർ. തിരുവല്ല സെർച്ച് ആഡ് ഫ്രണ്ട്. അങ്ങ് ചെല്ലുമ്പോ എനിക്ക് അയക്കണം. ഹായ്. What? Hi man, what you saying? Help me! 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 Are you okay? Are you okay? Are you okay? ഒന്നുമില്ല. Okay. ഞാനും പേടിച്ചു പോയി. ഇതൊക്കെ ഇവിടെ സാധാരണയാ. മനുഷ്യനെ മറ്റേ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇതുവഴി. ഇപ്പൊ മനസ്സിലായോ? ഞങ്ങളുടേത് ഗോഡ് സോങ് കൺട്രി അല്ല, ഇടയ്ക്കിടയ്ക്ക് ഡോഗ് സോങ് കൺട്രി വന്നു. മനസ്സിലായില്ലേ? നമുക്കിനി ഇവിടെ നിൽക്കണ്ട. നിന്നാലിനി പി വെക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് ഇങ്ങ് പോലെ. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് മനുഷ്യരെക്കാൾ വിലയുള്ളത് നായ്ക്കൾക്കാണ്. ഈ ഒരു ആനുകാലിക പ്രസക്തമായ വിഷയം ടീം കിസൈസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സാധാരണത്തിൽ സാധാരണക്കാരായ കുറച്ചു മനുഷ്യർ താമസിക്കുന്ന കേരളത്തിലെ ഒരു കോളനി. എന്തൊരു ഉറക്ക ക്ഷീണമാടി. ആ പട്ടിയുടെ കൊര കാരണം ഒന്ന് ശരിക്കും ഉറങ്ങാൻ പോലും സാധിച്ചില്ല. പിന്നെ ഉറക്ക ക്ഷീണം നിങ്ങളുടെ കൂർക്കം വലി കേട്ട് പട്ടി ആലച്ചുകൊണ്ട് ഓടിപ്പോയേ. വാചം അടിക്കാതെ നീ പോയൊരു കാപ്പി എടുത്തേ. രാവിലെ തന്നെ ഏതോ ഒരു മാരണം കേറി വരുന്നുണ്ടല്ലോ. അത് ആ ചട്ടുകാലൻ ഷിബു അല്ലേ? എന്താ അച്ചായ രാവിലെ തന്നെ ഒരു ക്ഷീണം? നിനക്ക് ഉണ്ടല്ലോടാ ഒരു ക്ഷീണം. എന്റെ അച്ചായ ആ പട്ടികളുടെ കച്ചേരി കാരണം ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. അതാ ഒരു ക്ഷീണം. ഇവിടെ ഇത് തന്നെ അവസ്ഥ. ഉറക്ക ക്ഷീണം, വല്ലാത്ത ക്ഷീണം. എടാ, ഈ ക്ഷീണം ഉണ്ടല്ലോ മിക്ക മലയാളികൾക്കും സ്വന്തം നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നേരോ അച്ചായ, ചുമ്മാതല്ല, എനിക്ക് വിയർപ്പിന്റെയും വിശപ്പിന്റെയും അസുഖം കൂടെ വരുന്നത്. ഇതിന്റെ കൂടെ പനിയും ഉണ്ടാകുമോ അച്ചായ? ഷോ, ഇവനെ കൊണ്ട് തോറ്റു. എടാ, ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞതല്ലേ. അല്ല അച്ചായ, എന്നാലും എനിക്കങ്ങനെ വല്ല അസുഖവും ഉണ്ടോ? ഓ, ഉണ്ടെങ്കിൽ തന്നെ അത് ഗൾഫിൽ പോയി ജോലി ചെയ്യുമ്പോൾ അങ്ങ് മാറിക്കോളും. നിനക്കറിയാമോ,
നമ്മുടെ മണപ്പുറത്തെ പോൾസൻചാനും ഇതേ അസുഖം ഉണ്ടായിരുന്ന. പുള്ളിക്കാരന് ദുബായ് ജോലി കിട്ടിയപ്പോൾ അതങ്ങ് മാറി. എന്താടാ ഷിബുവേ, രാവിലെ ഒരു വളവള സംസാരം? നിന്റെ പൊട്ടത്തരം തുടങ്ങിയോ? അല്ല അപ്പച്ചാ, രാത്രിയിലെ ഉറക്കം അങ്ങോട്ട് ശരിയാകുന്നില്ല. ഈ പട്ടികളുടെ കൊര കാരണം ആകെ മൊത്തം ഒരു പേടിപ്പിക്കുന്ന അവസ്ഥയാ. അത് നീ മത്തായിയുടെ 28 നോക്കാത്തോണ്ടാ മോനെ. ഛേ, അവനെന്തിനാ അപ്പച്ച മത്തായിയുടെ 28 നോക്കുന്നേ? എൻ്റെ കർത്താവേ, ഇതൊക്കെയാണല്ലോ എൻ്റെ വീട്ടിലുണ്ടായത്. എടാ, ഞാൻ ബൈബിൾ വായിക്കുന്ന കാര്യമാ പറഞ്ഞത്. അപ്പച്ചൻ ഇവരെയാണോ ഉപദേശിക്കുന്നേ? ഞാൻ കുറെ ശ്രമിച്ചതാ. എന്നിട്ടോ? എന്നിട്ട് എന്താകാനാ? ഞാൻ നന്നായി ഉപദേശം നിർത്തി. കൊള്ളാം. ആ, എന്നാ ഞാൻ പോട്ടെ മോനെ. അപ്പച്ചൻ എങ്ങോട്ടാ? വെളുപ്പിനെ തന്നെ. വെളുപ്പിനെ അല്ലാതെ പിന്നെ പാതിരാത്രിക്കാന്നോടാ വെളിക്ക് പോകുന്നത്? സണ്ണിച്ചായോ, അപ്പച്ചൻ ആരാ മോൻ? എന്റെ അപ്പച്ചനല്ലേടാ. ആർക്കോ പണി കിട്ടിയെന്നാ തോന്നുന്നേ. പട്ടികൾക്ക് കുശാലായി. സണ്ണിച്ചായോ, അത് നമ്മുടെ അപ്പച്ചനെ അല്ലേ ആ പട്ടികളെല്ലാം കൂടെ കടിക്കുന്നത്? പട്ടികളെ ഷൂ ഷൂ ഓട് ഓട് ഷൂ. നേരാണല്ലോ. ഓ പട്ടികളെ. അയ്യോ അയ്യോ അയ്യോ. അയ്യോ എന്റെ അപ്പച്ചാ, എന്റെ അപ്പച്ചൻ പോയി. ആകെയുള്ളൊരു കറുത്ത സാരി, അത് ഞാൻ അലക്കിയിട്ടുമില്ല. ഇനി എന്തൊടുക്കും ദൈവമേ? എടി, ഒന്നും പറ്റിയിട്ടില്ല. പട്ടി കടിച്ചതാ. എവിടെ അപ്പച്ച കടിയുണ്ട്? അത് പറയാൻ പറ്റില്ലടി മോളെ. അപ്പച്ചന്റെ ഹൗസിംഗ് പൊളിഞ്ഞേ. ഷോ, ഈ പട്ടികളെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായി. പല പ്രാവശ്യം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്, ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇതിനെതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കാം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പച്ചന്റെ കടി ഷോ അല്ല, പട്ടികളുടെ കടി അവസാനിപ്പിക്കുക. അപ്പച്ചന് നീതി നടപ്പാക്കുക. അപ്പച്ചന് നീതി നടപ്പാക്കുക. അപ്പച്ചന് നീതി നടപ്പാക്കുക. അങ്ങനെ ഈ പ്രതിഷേധം വാർത്തയായി. വാർത്ത പിന്നെ ചാനലുകാർ ഏറ്റെടുത്തു. ടോക്ക് ഷോയിലേക്ക് ഞാൻ ശ്രീമണ്ടൻ നായർ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാട്ടിലാകമാനം നായശല്യം നടക്കുന്ന പശ്ചാത്തലത്തിൽ നായയുടെ കടി തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിൽ പങ്കെടുക്കാൻ ഭരണപക്ഷത്തിന്റെ നേതാവ് ശ്രീ GP ഗജരാജൻ, അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിയുടെ നേതാവ് ശ്രീ സുമേഷ് പന്നിത്തലയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവരോടൊപ്പം ഡോഗ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ചെയർപേഴ്സണും TV അവതാരകയുമായ നിരഞ്ജനി അഡിഡാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വെഞ്ഞാറം കോളനി ലോക്കൽ നേതാവ് തെക്കേക്കാട് സഹദേവനെയും നായകടിയേറ്റ ആളുടെ മകൻ സണ്ണിയെയും ഞാൻ സുസ്വാഗതം ചെയ്യുന്നു. ഞാൻ വെഞ്ഞാറം കോളനി ലോക്കൽ നേതാവിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. എന്താണ് കോളനിയിൽ നിങ്ങൾക്കുള്ള പ്രശ്നം? പ്രധാനമായി മാലിന്യം, പിന്നെ അവയിൽ ജീവിക്കുന്ന നായ്ക്കൾ. ഈ നായ്ക്കളുടെ ശല്യം ദിനം പ്രതി കൂടുകയാണ്. ഈ നായ്ക്കളെ കൊല്ലാത്തത് മരുന്ന് മാഫിയകളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. മനുഷ്യരെ കൊന്നെടുക്കുക, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക പോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പോൾ നിസ്സാര കുറ്റങ്ങളായി മാറിയിരിക്കുന്നു. എന്നാലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ കുറ്റം എന്ന് പറയുന്നത് നായ്ക്കളെ കൊല്ലുക, ഹെൽമറ്റ് ഇടാതെ യാത്ര ചെയ്യുക, 14 സെക്കൻഡ് സ്ത്രീകളെ നോക്കുക, ഇവയൊക്കെയാണ്. ഞാൻ ഓപ്പോസിഷൻ പാർട്ടി നേതാവിനോട് ചോദിക്കട്ടെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ ഭരിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു. നായ്ക്കളും മനുഷ്യരും വളരെ സ്നേഹത്തോടെയാണ് ജീവിച്ചു പോയത്. ഇത് പുതിയ മന്ത്രിസഭയുടെ ഭരണപരിഷ്കാരത്തിന്റെ ഫലമാണ് നായ്ക്കളുടെ ഈ പെരുമാറ്റം. ഇയാൾ എന്തിനു മുഖ്യമന്ത്രി രാജിവെക്കാൻ പറയുന്നേ? അല്ല, ആരുടെ മരണം പരിഷ്കരിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഓ, ഇയാൾ തുടങ്ങി. മരണമല്ല, ഭരണം. ജയഭാരതിയുടെ ഭാ. ഓ, ഭരണത്തിന് എന്താ കുഴപ്പം? ഞങ്ങൾ ജനങ്ങൾക്ക് നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത്. നിങ്ങൾ നായ്ക്കൾക്ക് മാത്രമാണ് കാഴ്ചവെച്ചത്. ദേ, ഒരുമാതിരി വിവരക്കേട് പറയരുത്. താനല്ലേടോ തീവ്രവാദി ആക്രമണം തടയാൻ ഉറി കയറ്റിക്കെട്ടാൻ പറഞ്ഞത്? നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിരഞ്ജനി മാഡം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? Malayalis are not animal lovers, you know. ഈ ടോക്സിനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. They are മിണ്ടാപ്രാണികൾ. എങ്ങനെ നമ്മൾ അവരോട് പെരുമാറുന്നുവോ സെയിം വേ അത് തിരിച്ചു പെരുമാറും. ഇപ്പൊ ചാച്ചി പറയുന്നത് നമ്മുടെ അപ്പച്ചൻ പട്ടിയെ അങ്ങോട്ട് പോയി കടിച്ചിട്ടാണോ പട്ടി തിരിച്ചു കടിച്ചത്? അതെ, പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ സ്റ്റോൺ എറിഞ്ഞതാവാം. എന്തെറിഞ്ഞെന്ന്? കള്ള്. സ്റ്റോൺ എന്ന് വെച്ചാൽ കള്ള്. അയ്യോ, ഞങ്ങൾ കള്ള് എറിയാറില്ല. അത് ഞങ്ങൾ കുടിക്കാറേ ഉള്ളൂ. ഓ, കല്ല്. സണ്ണി, സ്റ്റോൺ എന്ന് വെച്ചാൽ കല്ല്. അങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിൽ പറ. അപ്പച്ചൻ കാലിലൊന്നും എറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അപ്പച്ചനെ ഡോഗ്സിന്റെ ഇടയിലേക്ക്
പുഷ് ചെയ്തതാവാം. ബുഷോ? എന്ത് ചെയ്തെന്ന്? അതിന് അമേരിക്കയിലുള്ള ബുഷ് എന്ത് ചെയ്യാൻ? അയ്യോ, മാഡത്തിന് മലയാളം ശരിക്കും അറിയില്ല. നാട്ടിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചു വളർന്നതെങ്കിലും 2 വർഷം വിദേശത്ത് പണിയെടുത്തതുകൊണ്ട് മലയാളം ശരിക്കറിയില്ല. നിരഞ്ജനി മാഡം ഉദ്ദേശിച്ചത് നിങ്ങൾ അപ്പച്ചനെ തള്ളി പട്ടികളുടെ ഇടയിലേക്ക് ഇട്ടതാവാമെന്നാണ്. ഹോ, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ടല്ലോ. അവിടെ ദൃക്സാക്ഷിയായിരുന്ന ഷിബുവിനെ നമ്മൾ ലൈനിൽ എടുക്കുന്നു. ഹലോ ഹലോ ഷിബു, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേക്കുന്നുണ്ട്. താങ്കൾ എന്ത് ചെയ്യുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? അതെ, അപ്പച്ചൻ രാവിലെ സണ്ണിച്ചായനെ ഒന്ന് ഉപദേശിക്കാൻ പോയതാ. അപ്പോ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നത്തിനിടയിലാണ് ഈ പട്ടികടി. അയ്യോ, പ്രശ്നമൊന്നുമില്ല. അപ്പച്ചന്റെ മരുമകൾ നമ്മുടെ മേഴ്സി ചേച്ചി സണ്ണിച്ചായനോട് ഓരോന്ന് പറഞ്ഞു നിൽക്കുമ്പോ അപ്പോൾ അപ്പച്ചനോടുള്ള വൈരാഗ്യം തീർക്കാൻ മകനും മരുമകളും അപ്പച്ചനെ പട്ടികളെ കൊണ്ട് കടുപ്പിച്ചെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനല്ലേ അവിടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അയൽക്കാരനോടൊത്ത് ചേർന്ന് മരുമകൾ നായ്ക്കളെ കൊണ്ട് അപ്പച്ചനെ കടുപ്പിച്ചു. ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഉത്തരം മുട്ടി ഷിബു ഫോൺ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ മിസ്റ്റർ സണ്ണി, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ദൃക്സാക്ഷി ഇപ്പോ ഓടിപ്പോയിരിക്കുന്നു. സ്വന്തം അച്ഛനെ വകവരുത്താൻ നിങ്ങൾ നടത്തിയൊരു ഗൂഢാലോചനയല്ലേ ഇത്? എന്റെ പൊന്ന് TV സാറേ, ഞങ്ങൾക്ക് ന്യായവും വേണ്ട, ഒരു കുന്തവും വേണ്ട. എന്റെ അപ്പച്ചന് സംഭവിച്ചത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അവസാനമായി നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളത്? ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം. മുഖ്യമന്ത്രി രാജിവെക്കണം. നരനും നായ്ക്കളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. എന്ന് വെച്ചാ റാഡിക്കലായ ഒരു മാറ്റമല്ല. വെഞ്ഞാറം കോളനിയിലെ ആളുകൾക്ക് നീതി നടപ്പാക്കണം. പട്ടികളുടെ ശല്യം മാറ്റിയേ തീരൂ. ആനിമൽസ് ആർ അവർ ഫ്രണ്ട്സ്. നമ്മൾ അവരെ ലവ് ചെയ്യണം, അവർ നമ്മളെ തിരിച്ച് ലവ് ചെയ്യും. എനിക്കൊന്നും പറയാനില്ലേ. ഇത് പട്ടികളെ മോശമായി ചിത്രീകരിക്കാൻ ആരോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി ഇതുപോലെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ അടുത്ത പ്രാവശ്യം വരുന്നതുവരെ ഗുഡ് ബൈ ഫ്രം ടോക്ക് ഷോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കഥയ്ക്കൊരു വില്ലനില്ലേ എന്ന്. ഉണ്ടല്ലോ. ഈ നേതാക്കളും നിരഞ്ജനിയും ഒക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ വില്ലന് വേണ്ടിയാണ്. ഇനി നമ്മൾ പോകുന്നത് വില്ലനായ പെരേരയുടെ സങ്കേതത്തിലേക്കാണ്. സോറി, യഥാർത്ഥ പേര് പൊന്നപ്പൻ. ജോസ് പ്രകാശിന്റെ കടുത്ത ആരാധകനായതുകൊണ്ട് 70-80കളിലെ ഒരു സെറ്റപ്പാണ്. കൂടെയുള്ള സഹായി ജനാർദ്ദനൻ മകൻ കോവാലന് ജാങ്കോ എന്നാണ് പേര്. മേലേവാനത്താരാമത്തിൽ നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മോദകമാമൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മാദകമാം നിൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും.
നക്ഷത്രങ്ങൾ പുറത്തു തുടങ്ങും. നമസ്കാരം മിസ്റ്റർ പറാട്ട. വാട്ട്? ബോസിനെ കളിയാക്കുന്നു. അയ്യോ മിസ്റ്റർ പെരേര എന്നാണ് ഗജരാജൻ ഉദ്ദേശിച്ചത്. ഇതെന്തുവാടേ ടിപ്പർ ലോറിക്ക് സ്കൂട്ടിയുടെ പീപ്പി വെച്ച പോലെ. ഒന്നും മിണ്ടാതിരിയടാ, അവൻ കേട്ടാൽ തന്റെ പീപ്പി ശരിയാക്കും. ബൈ ദ ബൈ, നിങ്ങളുടെ ഷോ ഗംഭീരമായിരുന്നു. ഒതുക്കി കളഞ്ഞില്ലേ നിങ്ങൾ ആ കോളനിക്കാരെ? എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ആ പാവം വയസ്സനെ പച്ചക്കല്ലേ നായ്ക്കൾ കടിച്ചു കീറിയത്. അതാണല്ലോ വേണ്ടത്. കുറെയൊക്കെ പ്രശ്നമുണ്ടായാലും ജനങ്ങൾക്ക് പേ വരുമോ എന്നുള്ള പേടിയായല്ലോ. അപ്പൊ നമ്മുടെ മരുന്ന് ഇഷ്ടം പോലെ ചെലവായിക്കോളും. നമ്മുടെ നിരഞ്ജനി അഡിഡാസിനെ നോക്കൂ. എത്ര മനുഷ്യർ മരിച്ചാലും അവൾക്ക് പട്ടികളോടാണ് സ്നേഹം. യെസ് യെസ്, ദീസ് മലയാളികൾസ് ഹാസ് നോ സെൻസ്. ഡോഗ്സിനെ നമ്മൾ സ്നേഹിക്കണം, അപ്പോൾ അവരും നമ്മളെ സ്നേഹിക്കും. ഞാൻ പട്ടികളെ മാത്രമേ സ്നേഹിക്കൂ. മനുഷ്യരെ സ്നേഹിച്ചിട്ട് പോരെ ഈ പട്ടികളെ സ്നേഹിക്കുന്നത്. എനിക്കിത് അത്ര അങ്ങോട്ട് ശരിയായി തോന്നിയിട്ടില്ല. എടോ നേതാവേ, വെറും ഡൂക്കിലിയായിരുന്ന തന്നെയൊക്കെ നേതാവാക്കി അങ്ങോട്ട് വിട്ടത് എനിക്ക് വല്ല ഗുണമുണ്ടാകാനാണ്, അല്ലാതെ നാട് നന്നാക്കാനല്ല. എന്നാലും എന്തെന്നാലും ജാങ്കോ, ബോസിനോട് തർക്കിക്കാനായോ താൻ? സോറി, എന്നെ വിട്ടേക്ക്. സോറി ജാങ്കോ വിട്ടേക്കൂ. ഇനി ആർക്കെങ്കിലും എന്റെ എതിരെ പോകണമെന്നുണ്ടോ? ഉണ്ട്, എനിക്കെതിരെ പോകണം. പൊന്നപ്പൻ ചേട്ടനോട് 4 ദിവസമായി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇതുവരെ അത് ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ എതിരെ പോകും. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പൊന്നപ്പൻ എന്ന് വിളിക്കല്ലേ എന്ന്. കോൾ മീ മിസ്റ്റർ പരേര. ശരി പരേരേട്ടാ. ഓ, നീ പൊന്നപ്പൻ എന്ന് വിളിച്ചാ മതി. അതാ ഞാനും പറഞ്ഞേ. പൊന്നപ്പൻ ചേട്ടൻ എനിക്കൊരു പുതിയ നെക്ലേസ് വാങ്ങി തരുമെന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ വാങ്ങിത്തരാത്തെ? എടി, ഞാൻ ഇവിടെ ബിസിനസ് കാര്യം പറയുമ്പോഴാണോ നിന്റെ ഒരു നെക്ലേസ്? ദേ, നിങ്ങൾ വലിയ ഗുണ്ടാ നേതാവൊക്കെ ആയിരിക്കും. വീട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട ഭാര്യ തന്നെയാ. ഇവിടെയുള്ള എല്ലാവർക്കും അതറിയാം. ഇത്തിരി മുമ്പേ പുലി പോലെ നീ നാളാ, ഇപ്പൊ കണ്ടില്ലേ? ഏതു താപ്പാനെ ആയാലും ഭാര്യയ്ക്ക് മുമ്പിൽ എല്ലാം വെറും കുഴിയാനാ. ഡാഡി ഡാഡി, എനിക്ക് ടെന്നീസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. നേരോ മോനെ, മിടുക്കൻ. മിസ്റ്റർ പരേരയുടെ അല്ലേ മകൻ? ഓ, ദാറ്റ്സ് ഗ്രേറ്റ് മിസ്റ്റർ പരേര. ആഹാ, അങ്ങോട്ടൊന്ന് മാറി നിന്നേ. ലാസ്റ്റ് മാച്ച് എന്റെ മുഖത്ത് കൊണ്ടു, എങ്കിലും ഞാൻ ജയിച്ചു. വെരി ഗുഡ്. ബൈ ദ ബൈ, ആരാണ് നിന്റെ മുഖത്ത് സ്മാഷ് ചെയ്തേ? അവനെ ഞാൻ ജാങ്കോ. അവിടെങ്ങാനും നിക്കടാ കോവാല. കൊച്ചു പിള്ളേരെയാണ് നീ വരട്ടാൻ പോകുന്നേ. ബൈ ദ ബൈ, നിങ്ങൾക്ക് പോകാം. പട്ടികളുടെ ശല്യം മാറാൻ പാടില്ല. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ബൈ ദ ബൈ, പോ. ത്രേസ്യാമേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ മുമ്പിൽ എന്റെ വില കളയരുതെന്ന്. നിങ്ങൾക്ക് ഈ മരുന്ന് ബിസിനസ് നിർത്തിക്കൂടെ? എന്തിനാ പാവങ്ങളുടെ ശാപം ഇങ്ങനെ വാങ്ങുന്നത്? ബിസിനസ് കാര്യത്തിൽ നീ ഇടപെടേണ്ട. ജാങ്കോ, കമോൺ. എന്റെ കർത്താവേ, ഇങ്ങനത്തെ ഈ പാവങ്ങളുടെ ശിക്ഷ എനിക്കും എന്റെ മോനും തരല്ലേ. കർത്താവ് അങ്ങനെ വല്ല അന്യായവും ചെയ്യുമോ? ത്രേസ്യാമയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ? കണ്ടു നോക്കാം. എടാ ഷിബുവേ, ആ ടിവിക്കാര് നമ്മളെ ഇരുത്തി കളഞ്ഞു. എന്റെ സണ്ണിച്ചായ, ഞാൻ അവന്റെ വർത്തമാനം കേട്ടങ്ങ് പേടിച്ചു പോയി. കുറച്ചുകൂടെ സംസാരിച്ചിരുന്നേല് അവന്മാർ എന്നെ കുറ്റവാളിയാക്കിയനെ. കുറച്ചുകൂടെ സംസാരിച്ചിരുന്നെങ്കിൽ അവന്മാർ പറഞ്ഞേനെ ഞാൻ ആ അപ്പച്ചനെ കടിച്ചതെന്ന്. പോട്ടടാ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. നമ്മൾ പാവങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അവരല്ലേ ആ പട്ടി സംരക്ഷണക്കാരി? ഹലോ, എന്ത് പറ്റി? ഒരു സ്ട്രേ ഡോഗ് പറ്റി വന്ന് കടിച്ചതാ. മാഡം അതിനെ ലവ് ചെയ്ത് കാണും. അത് ലവ് മുഴുവൻ തിരിച്ചു തന്നതാ. അവരോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ അവരും പെരുമാറും. യൂസ്ലെസ്. അയ്യോ എന്റെ മോനെ, എന്നാലും നിനക്ക് ഈ ഗതി വന്നല്ലോ. ബാബു മോനെ, നിനക്ക് എന്താടാ പറ്റിയത്? നിങ്ങളുടെ ഒരു മരുന്ന് ബിസിനസ് കാരണമാ എന്റെ മോനെ ഈ ഗതി വന്നത്. ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ മനുഷ്യ? സണ്ണിച്ചായോ, മനസ്സിലായില്ലേ? ഇതാണ് ആ മരുന്ന് കമ്പനി മുതലാളി. ഇയാളുടെ മരുന്ന് വിൽക്കാൻ ആ പട്ടികളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നേ. ഇപ്പൊ അവരുടെ മോനിട്ട് തന്നെ പണി കിട്ടി. അപ്പൊ കണക്കായി പോയി. ഇവർക്കൊക്കെ ഇത് തന്നെ വേണം. ഈശ്വരാ, ഈ പട്ടികളെ കൊണ്ട് കഷ്ടമായല്ലോ. മോനെ, ചിരിക്കാതടാ, ഇതും മനുഷ്യരല്ലേടാ. നിർത്തി. എന്റെ മോന് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നേ. അവനാപത്ത് വരുന്ന ഒന്നും ഇനി ഞാൻ ചെയ്യില്ല.
അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു. ഇത് ഒരു പെരേരെ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനം, നായ്ക്കളുടെ ബന്ധീകരണം എന്നിവ കൊണ്ട് മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. ഒരു നല്ല സമൂഹത്തെ സ്വപ്നം കാണുന്ന